ACP സാർ ഒന്നവിടെ നിന്നേ. ലല്ലു തിരിഞ്ഞു നോക്കുമ്പോൾ ദേവാണ്. അവനെ കണ്ട് ലല്ലു സംശയത്തിൽ നോക്കി. എന്താ സൂര്യ? എനിക്ക് നിങ്ങളോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ഒരു ഏട്ടനെ പോലെയാണ് കണ്ടത്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ കാരണമല്ലേ എന്റെ പെങ്ങൾ ഈ അവസ്ഥയിലായത്? ദേവിന്റെ ചോദ്യത്തിന് ലല്ലു ഉത്തരം നൽകാതെ അവനെ നോക്കി. ദേവ് പോക്കറ്റിൽ നിന്ന് ഫോണും ഒരു കത്തും എടുത്ത് അവനെ കാണിച്ചു. സൂര്യ, ഞാനൊരു കാര്യം പറയാം. നിന്റെ പെങ്ങളുടെ പിന്നാലെ ഞാൻ പോയിട്ടില്ല. പിന്നെ ഞാൻ ആകെ ചെയ്ത ഒരു തെറ്റ് നിന്റെ പെങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. അതാണ് ഞാൻ ആകെ ചെയ്ത തെറ്റ്, ലല്ലു പറഞ്ഞു. ദേവ് അവനെ നോക്കി. സൂര്യ, അവൾക്ക് എങ്ങനെയുണ്ട്? ദേവ് ലല്ലുവിന്റെ ചോദ്യം കേട്ട് ഒന്ന് നോക്കി. അവൾ ഒബ്സർവേഷനിലാണ്. ഏട്ടൻ എന്താ ഇവിടെ? ദേവ് ഒന്ന് തണുത്തു. യുക്കു ഇവിടെ അഡ്മിറ്റ് ആണ്. ദേവ് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. എന്താ പറ്റിയേ? ലല്ലുവിനോട് ചോദിച്ചു. ഒരു ആത്മഹത്യാ ശ്രമം. ലല്ലു പറഞ്ഞത് കേട്ട് ദേവ് ഒന്ന് ഞെട്ടി. എന്താ കാരണം? അറിയില്ലടോ. അവളോട് ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. പക്ഷേ എന്തോ ഒരു കാരണമുണ്ട്. അതൊരിക്കലും വീട്ടിലുള്ള പ്രശ്നമല്ല എന്ന് ഉറപ്പാണ്. ശരിയിടോ, പിന്നെ കാണാം. പിന്നെ എനിക്ക് വേണ്ടി അനിയത്തിയോട് ഒന്ന് സംസാരിക്കണം. എന്റെ പിന്നാലെ നടന്ന് ജീവിതം നശിപ്പിക്കരുതെന്ന്. പിന്നെ സോറി. അതും പറഞ്ഞ് ലല്ലു പോയി. ദേവ് കല്ലുവിന്റെ അടുത്തേക്ക് പോയി. അവൾ ഉറക്കമായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് ചെയർ വലിച്ചിട്ടിരുന്നു. അവൻ ഓഫീസിലുണ്ടായ സംഭവങ്ങളൊന്ന് ആലോചിച്ചു. എന്റെ അച്ഛാ, എന്താ ഈ പറയുന്നേ? എനിക്ക് ഒരാളെ ഇന്റർവ്യൂ ചെയ്ത് പോസ്റ്റ് നിശ്ചയിക്കാൻ മാത്രമുള്ള എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല, ദേവ അച്ഛനോട് പറഞ്ഞു. ഇങ്ങനെയൊക്കെ അല്ലേ ഓരോന്ന് പഠിക്കുന്നത്. പിന്നെ അതിൽ നമ്മുടെ രുക്കു ഉണ്ട്. അവളെ ഇന്റർവ്യൂ ഒന്നും ചെയ്യണ്ട. നേരത്തെ ഇന്റർവ്യൂ കഴിഞ്ഞതാണ്. മോളുടെ സർട്ടിഫിക്കറ്റ്സ് ഒന്ന് നോക്കിയാൽ മതി. അച്ഛൻ അവനോട് കൂടുതലൊന്നും പറയാതെ പോയി. ദേവിനാണെങ്കിൽ ദേഷ്യമാണോ സങ്കടമാണോ എന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ. അങ്ങനെ ഇന്റർവ്യൂ ഹാളിലേക്ക് ദേവ പോയി. അവിടെ അവനെ കൂടാതെ 2 പേർ കൂടെയുണ്ട്. ദേവിന്റെ തീരുമാനമാണ് അന്തിമം, ആരെ അപ്പോയിന്റ്മെന്റ് ചെയ്യണമെന്നത്. അവരോടൊക്കെ എങ്ങനെയാണ് ഇന്റർവ്യൂ പ്രൊസീജിയർ എന്നൊക്കെ ചോദിച്ചറിഞ്ഞു ദേവ് ഇന്റർവ്യൂ ചെയ്യാനായി ഇരുന്നു. മൊത്തം 6 പേരാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. അതിൽ 3 പേരെ അവൻ സെലക്ട് ചെയ്തു. അങ്ങനെ അവരോട് ജോയിൻ ചെയ്യേണ്ട തീയതി സമയം എല്ലാം പറഞ്ഞു അപ്പോയിന്റ്മെന്റ് ലെറ്റർ അടിക്കുമ്പോൾ ആയിരുന്നു രുക്കു കയറി വന്നത്. അവളെ പരിചയമുള്ളത് കൊണ്ട് തന്നെ ചിരിയോടെ അവളുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി നോക്കി. അവളോട് ഒരാഴ്ച കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. എല്ലാവരും പോയി കഴിഞ്ഞു. ദേവ് ബ്രേക്ക് ടൈം ക്യാൻറ്റീനിൽ പോകുമ്പോൾ അവിടെ രുക്കു ഇരിപ്പുണ്ട്. അവളെ കണ്ടു അവൻ സംശയത്തിൽ അവളുടെ അടുത്തേക്ക് തന്നെ പോയിരുന്നു. എന്തു പറ്റി വീട്ടിൽ പോകാതെ ഇവിടെ തന്നെ ഇരിക്കുന്നു? അവൻ ചിരിയോടെ തന്നെ അവളുടെ അടുത്തേക്ക് ഇരുന്ന് ചോദിച്ചു. ദേവേട്ട, ഞാൻ ദേവേട്ടനെ കാണാൻ വേണ്ടി തന്നെ ഇവിടെ ഇരുന്നതാണ്. രുക്കു ചെറിയ പതർച്ചയോടെ പറയുന്നത് കേട്ട് അവൻ അവളെ സംശയത്തിൽ നോക്കി. എന്നെയോ? എന്നെ എന്തിനാടോ താൻ കാണുന്നേ? എന്തെങ്കിലും ഹെൽപ്പ് വേണോ? അവൻ കോഫിക്ക് ഓർഡർ പറഞ്ഞിട്ട് ചിരിയോടെ ചോദിച്ചു. ദേവേട്ട, അന്ന് പറഞ്ഞ കാര്യം. ദേവേട്ടന് ഇപ്പോഴും ആ ഇഷ്ടമുണ്ടല്ലോ അല്ലേ? വീട്ടിലെനിക്ക് കല്യാണാലോചന തുടങ്ങി. നമ്മുടെ കാര്യം ഞാൻ പറയട്ടെ? ദേവ് ഞെട്ടലോടെ അവളെ നോക്കി. നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ നിന്നോട് അതിന് എന്ത് പറഞ്ഞു എന്ന്? എനിക്ക് മനസ്സിലായില്ല. നീ എന്താ ഉദ്ദേശിച്ചതെന്ന്? ദേവ് ചോദിച്ചു. ദേവേട്ട, ചുമ്മാ തമാശ കളിക്കല്ലേ. നിനക്ക് എന്റെ മുഖം കണ്ടിട്ട് ഞാൻ തമാശ കളിക്കുന്നതായി തോന്നുന്നുണ്ടോ രുക്കു? നീ ഇതെന്ത് ഇഷ്ടത്തിന്റെ കാര്യമാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവന്റെ സ്വരം കടുത്തു. മുഖത്തെ ചിരി മാറി. അപ്പോ ദേവേട്ടൻ എല്ലാം മറന്നോ? അതോ മറന്നതായി അഭിനയിക്കുവാണോ? അവളുടെ കണ്ണ് നിറഞ്ഞു. തരുണി, കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയാൻ നോക്ക്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവന്റെ ശബ്ദം ഉയർന്നു. രുക്കു ബാഗിൽ നിന്ന് ഫോണെടുത്ത് ഒരു ഫോട്ടോ അവനെ കാണിച്ചു. അവന്റെ നെഞ്ചോരം ചേർന്ന് നിൽക്കുന്ന രുക്കു. അവനാണ് സെൽഫി എടുത്തത്. അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഈ ഫോട്ടോ എടുത്തത് എന്നാന്ന് ദേവേട്ടന് ഓർമ്മയുണ്ടോ? ഉണ്ട്. ലല്ലുവേട്ടന്റെ കല്യാണത്തിന്റെ തലേ ദിവസം ഞാൻ അവിടെ വന്നപ്പോൾ. അന്ന് ഞാൻ ദേവേട്ടനോട് നമുക്ക് ഇതുപോലെ ഒരു കല്യാണം വേണ്ടേന്ന് ചോദിച്ചു. ദേവേട്ടൻ വേണമെന്ന് പറഞ്ഞു. എന്നെ വിട്ടു പോകുവാന്ന് ഞാൻ ചോദിച്ചു. അപ്പോ പറഞ്ഞു ഇല്ല, ഒരിക്കലും എന്നെ വിട്ടു പോകില്ല, ഞാൻ ദേവേട്ടന്റെ സ്വത്താണെന്ന് പറഞ്ഞു ചേർത്ത് പിടിച്ച് എടുത്തതാണ് ഈ ഫോട്ടോ. രുക്കു കണ്ണു നിറച്ചു പറയുന്നത് കേട്ട് ദേവാണെങ്കിൽ ആകെ ഞെട്ടിയിരിപ്പുണ്ട്. രുക്കു, ഞാൻ അന്ന് അത് എന്തിനാ പറഞ്ഞത്? നീയും മാലുവുമൊക്കെയായി എന്റെ ഒപ്പം നിൽക്കാൻ തർക്കമായപ്പോൾ കളിക്ക് പറഞ്ഞതാണ്. അല്ലാതെ ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. നീയും അവരും എനിക്ക്. അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അവൾ തടഞ്ഞു. വേണ്ട, അവരെപ്പോലെ എന്നെയും പെങ്ങളെപ്പോലെയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല ദേവേട്ട. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ദേവിന് അവളുടെ കരച്ചിൽ കണ്ട് സങ്കടം തോന്നി. രുക്കു, അവൻ അവളുടെ കയ്യിൽ അവന്റെ കൈ ചേർത്ത് വെച്ചു. അവൾ കണ്ണീരോടെ അവനെ നോക്കി. ഞാൻ അന്ന് പറഞ്ഞതൊന്നും പ്രണയത്തോടെ ആയിരുന്നില്ല. ഒരു സുഹൃത്തിനെ പോലെ തമാശയ്ക്ക് അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. അതൊക്കെ കഴിഞ്ഞ് വർഷം എത്രയായി?
ഇതിനിടയിൽ ഒരിക്കലെങ്കിലും നിന്നോട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിന്നെ വിളിച്ചിട്ടുണ്ടോ? ആവശ്യമില്ലാതെ എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ? അവന്റെ ചോദ്യത്തിന് അവളൊന്ന് പുഞ്ചിരിച്ചു. ദേവേട്ടൻ ഓരോ ദിവസവും രാവിലെ എനിക്ക് മോർണിംഗ് വിഷ് ചെയ്യുമ്പോൾ, എൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്യുമ്പോൾ, വിശേഷം ചോദിക്കുമ്പോഴും ഒക്കെ ഞാൻ ദേവേട്ടനെ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടുമായിരുന്നു. അധികം ഫോൺ ഉപയോഗിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞല്ലോ ഒരിക്കൽ. അതുകൊണ്ട് എന്നോടുള്ള ഇഷ്ടം ഉള്ളിലുണ്ട് എന്ന് വിശ്വസിച്ചാണ് ഞാൻ ഇതുവരെ ഒന്നും പറയാത്തത്. അല്ലാതെ പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല, അവൾ പറഞ്ഞു. ദേവിന് അവളുടെ സംസാരം കേട്ട് ദേഷ്യം വരാൻ തുടങ്ങി. ഞാനൊരു കാര്യം പറയാം. എൻ്റെ മനസ്സിൽ ഒരു പെൺകുട്ടിയുണ്ട്. അതൊരിക്കലും നീയല്ല തരുണി. ആതിര, എൻ്റെ ആദി. അധിക ദിവസമായില്ലെങ്കിലും അവൾ എൻ്റെ ജീവനാണ്. അവളല്ലാതെ മറ്റൊരുവളെ മനസ്സിൽ സങ്കല്പിക്കാൻ പോലും എനിക്കായില്ല. അവൻ ഗൗരവത്തിൽ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അവളുടെ തേങ്ങലുകൾ പുറത്തു കേൾക്കാൻ തുടങ്ങി. അവൻ ചുറ്റും നോക്കി. മറ്റ് സ്റ്റാഫ് അവിടെ ഉണ്ട്. അവർ ശ്രദ്ധിക്കുന്നുണ്ട്. രുക്കു, ഇത് ഓഫീസാണ്. ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത്, അവൻ ദേഷ്യത്തിൽ പല്ല് കടിച്ചു പറഞ്ഞു. അവൾ വേഗം കണ്ണു തുടച്ചു. ഇത്രയും നാളും ദേവേട്ടനെ മനസ്സിൽ കൊണ്ട് നടന്ന ഞാൻ മണ്ടിയല്ലേ? അവളുടെ സങ്കടം നിറഞ്ഞ ചോദ്യത്തിന് അവനൊന്നും മിണ്ടിയില്ല. ദേവേട്ട, നിങ്ങൾ തമ്മിൽ കുറച്ചുനാൾ ആയിട്ടല്ലേ ഉള്ളൂ റിലേഷൻ. ആ കുട്ടിയോട് ഞാൻ സംസാരിക്കാം. രുക്കു ഒരു പ്രതീക്ഷയോടെ അവനെ നോക്കി ചോദിച്ചു. നിനക്കെന്താടി, കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലേ? എനിക്ക് നിന്നോട് ഒരു കോപ്പും തോന്നുന്നില്ല. ഇത്രയും നേരം മാന്യമായി സംസാരിച്ചു. ഇനി അത് ഉണ്ടാകില്ല. നീ പോകാൻ നോക്ക്. പിന്നെ പ്രേമം മണ്ടാങ്കട്ട എന്നൊന്നും പറഞ്ഞ് എൻ്റെ പിന്നാലെ വരണ്ട. എൻ്റെ മനസ്സിൽ അവളേയുള്ളൂ. അവൾക്ക് മേലെ നീ ഒരിക്കലും വരില്ല. അവൻ ദേഷ്യത്തിൽ അലറുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്നവർ ഒക്കെ അവളെ നോക്കി. അവൾ ഫോണും എടുത്ത് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി. ഏട്ടാ, കല്ലുവിൻ്റെ ശബ്ദമാണ് അവനെ ഉണർത്തിയത്. അവൻ പെട്ടെന്ന് അവളെ നോക്കി. കല്ലു, അവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്തിനാ മോളെ നിന്നെ ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് വേണ്ടി നീ ഇങ്ങനെയൊക്കെ ചെയ്തു മറ്റുള്ളവരെ കൂടി വിഷമിപ്പിക്കുന്നേ? അവൻ്റെ ഉള്ളിലുള്ളത് ചോദിക്കാതെ ഒളിച്ചു വയ്ക്കാൻ അവന് തോന്നിയില്ല. അവളുടെ കണ്ണ് നിറഞ്ഞു വന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാ ദേവേട്ട. ആ മനുഷ്യൻ എന്നെ എന്തൊക്കെ പറഞ്ഞ് ആട്ടി അയറ്റിയാലും എനിക്ക് മറക്കാനോ വെറുക്കാനോ പറ്റില്ല. അവൾ അപ്പോഴേക്കും കരഞ്ഞു. ഇത് കേട്ടാണ് ലല്ലു അകത്തേക്ക് കയറി വന്നത്. അവൾക്ക് ബോധം തെളിഞ്ഞോന്നറിയാൻ വന്നതായിരുന്നു ലല്ലു. ലല്ലു അകത്തേക്ക് കയറി അവനെ കണ്ടു. അവൾ കണ്ണു തുടയ്ക്കും. ദേവ എന്ത് പറയണമെന്നറിയാതെ അവനെ നോക്കും. സൂര്യ, ഒന്ന് പുറത്തേക്ക് നിൽക്കോ? എനിക്കൊന്ന് കൺമയോട് സംസാരിക്കണം. ദേവ് അവരെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോയി. ലല്ലു ചെയർ വലിച്ചിട്ട് അവളുടെ അടുത്തേക്ക് ഇട്ടിരുന്നു. കല്ലു അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരിപ്പാണ്. ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ അത് ശ്രദ്ധയോടെ കേൾക്കണം. എനിക്കൊരിക്കലും തന്നെ സ്നേഹിക്കാനാകില്ല. തന്നെ എന്നല്ല, ആരെയും എനിക്ക് സ്നേഹിക്കാനാകില്ല. കാരണം അത്രമാത്രം എന്നിൽ എൻ്റെ തനു നിറഞ്ഞു നിൽപ്പുണ്ട്. അവളെ എനിക്ക് എൻ്റെ അച്ഛൻ കണ്ടുപിടിച്ച് തന്നതാണ്. ചിലപ്പോൾ എൻ്റെ അച്ഛൻ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യമാകും എൻ്റെ തനുവിനെ എന്നിലെത്തിച്ചത്. ഇപ്പോഴുള്ള എന്നേക്കാൾ ഭയങ്കരമായിരുന്നു ജോലി കിട്ടിക്കഴിഞ്ഞുള്ള എൻ്റെ സ്വഭാവം. തനി അസുരൻ. ആ അസുരനിൽ നിന്നല്പമെങ്കിലും ദേവാംശം എന്നിൽ നിറച്ചത് അവളാണ്. എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റിയതും അവളാണ്. അവളെ ഞാൻ കണ്ടതിൽ പിന്നെ അവളെ ഞാൻ പ്രണയത്തോടെ അല്ലാതെ നോക്കിയിട്ടില്ല. ഞാൻ കാരണം ഒരിക്കലും അവൾ വേദനിപ്പിച്ചിട്ടില്ല ഞാൻ. എൻ്റെ ജീവനേക്കാളേറെ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോഴും. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുക, എൻ്റെ പിന്നാലെ ഇനിയും നടക്കരുത്. എന്നെ കിട്ടാനായിട്ട് ഇതുപോലെ ഓരോ വിഡ്ഢിത്തരം കാട്ടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. ലല്ലു പറഞ്ഞു നിർത്തി കല്ലുവിനെ നോക്കി. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അവൾ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് ചോദിച്ചു. മനസ്സിലായി. പക്ഷേ ഏട്ടനൊന്ന് ആലോചിക്കണം. മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി സ്വയം ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നത് ശരിയാണോ? അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? കല്ലുവിൻ്റെ ചോദ്യം ലല്ലുവിൽ ദേഷ്യം നിറച്ചു. അത് നീ അറിയേണ്ട ആവശ്യമില്ല. എൻ്റെ ജീവിതമാണ് അത്. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിച്ചു തീർക്കും, അവൻ കടുപ്പിച്ചു പറഞ്ഞു. അതെ, അതുപോലെ ഇത് എൻ്റെ ജീവിതമാണ്. എൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ട സ്വാതന്ത്ര്യം എനിക്കാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ ജീവിച്ചാലും ഏട്ടൻ എന്താ? കല്ലു അവനെ നോക്കി ചിരിയോടെയാണ് ചോദിച്ചത്. നീ എൻ്റെ പിന്നാലെ നടന്നു ജീവിതം നശിപ്പിച്ചു എന്നൊരു പേരുദോഷം കൂടെ എനിക്ക് വാങ്ങിത്തരരുത് ദയവ് ചെയ്ത്. പിന്നെ നിന്റെ ഈ വട്ടിന് കുടപിടിക്കാനും കൂട്ടുനിൽക്കാനും എന്നെ കിട്ടില്ല. ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടെ പറയുക. എൻ്റെ പിന്നാലെ നടന്നു സ്വയം ജീവിതം നശിപ്പിക്കാതെ പഠിച്ച് ഒരു ജോലി വാങ്ങി സ്വന്തം കാലിൽ നിൽക്കാൻ നോക്ക്. ലല്ലു അത്രയും പറഞ്ഞ് എണീറ്റു. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവളെ നോക്കി. കല്ലു പ്രതീക്ഷയോടെ അവനെ നോക്കി. സോറി, ഞാൻ ഇതുവരെ പെൺകുട്ടികളെ കൈനീട്ടി അടിച്ചിട്ടില്ല. അറിയാതെ. അല്ല, നിന്റെ സ്വഭാവത്തിന് അത് ആവശ്യമായിരുന്നു. പിന്നെ ആൻറ്റിയെക്കുറിച്ച് പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞു. അതും നീ കാരണം. അവൻ അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ദേവ് പുറത്തു നിൽപ്പുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മനസ്സിലുള്ളത് നിന്റെ പെങ്ങളോട് പറഞ്ഞു. അവൾക്കത് എത്രത്തോളം മനസ്സിലായി എന്നെനിക്കറിയില്ല. പക്ഷേ ഒന്ന് പറയാം, ഒരിക്കലും കൺമയി എൻ്റെ ഭാര്യയായി വരില്ല. ലല്ലു അതും പറഞ്ഞു പോയി.
ദേവിന് അവനോട് താൻ കാരണമാണ് രുക്കു ഇങ്ങനെ ചെയ്തത് എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ പേടി. ലല്ലു രുക്കുവിൻ്റെ അടുത്തിരിക്കുമ്പോഴും മനസ്സെന്തോ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത പോലെ ഒരു തോന്നൽ. അവനെക്കൊണ്ട് പറ്റുമായിരുന്നില്ല ആ സമയം മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ. 2 ദിവസം കൂടെ കല്ലുവും രുക്കുവും ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോയി. 2 വീട്ടിലും ഇങ്ങനെ ചെയ്യാനുണ്ടായ കാരണം ചോദിച്ചപ്പോൾ 2 വീട്ടിലും ഏട്ടന്മാർ അതിനിടയിൽ നിന്ന് അവരോട് കഴിഞ്ഞതൊന്നും ചോദിക്കണ്ടാന്ന് പറഞ്ഞു. ലല്ലു ഇന്ന് തിരിച്ചു പോകാൻ റെഡിയായി ഇറങ്ങി. അപ്പോഴൊന്നും പുറത്ത് രുക്കുവിനെ കാണാതെ വന്നപ്പോൾ അവൻ അവളുടെ മുറിയിലേക്ക് പോയി. അവിടെ എങ്ങും അവളെ കണ്ടില്ല. ബാൽക്കണിയിൽ ഉണ്ടാകുമെന്ന് കരുതി പോകാൻ തുടങ്ങുമ്പോഴാണ് ടേബിളിൽ ചുരുട്ടി വച്ചിരിക്കുന്ന ഒരു കടലാസ് കണ്ണിൽപ്പെട്ടത്. എന്തോ ആ നിമിഷം അവൻ്റെ ഉള്ളിൽ പോലീസ് ബുദ്ധി ഉണർന്നു. അവൻ അതെടുത്ത് നിവർത്തി നോക്കി. ദേവയുടെ നെഞ്ചിൽ ചാരി നിൽക്കുന്ന രുക്കു. ഒരു മനോഹരമായ ചിത്രമായിരുന്നു അത്. പക്ഷേ ആ ചിത്രത്തിന് താഴെയുള്ള വരികൾ ലല്ലുവിനെ ഞെട്ടിച്ചു. മറ്റൊരാൾക്ക് സ്വന്തമാണെന്നറിയാം, എങ്കിലും എന്നും എൻ്റെ ഉള്ളിൽ എൻ്റെ ദേവേട്ടൻ ഉണ്ടാകും. ഐ ലവ് യു ദേവേട്ട. ലല്ലു ആ ചിത്രവും പിടിച്ചു നിൽക്കുമ്പോഴാണ് രുക്കു ബാത്റൂമിൽ നിന്നിറങ്ങി വന്നത്. ലല്ലുവിൻ്റെ കയ്യിലിരിക്കുന്ന ചിത്രം കണ്ടപ്പോൾ തന്നെ രുക്കുവിന് പേടി തോന്നി, ചെറുതായിട്ട്. അവൻ ആ ചിത്രം അതുപോലെ അവിടെ വെച്ചിട്ട് അവളെ നോക്കി. ഞാൻ ഇറങ്ങുക, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ലല്ലു ഗൗരവത്തിൽ പറഞ്ഞ് പുറത്തേക്കിറങ്ങി. രുക്കു ഒരു ഞെട്ടലോടെ അവൻ പോയ വഴിയെ നോക്കി. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ പിന്നാലെ പോയി. ഏട്ടാ. രുക്കുവിൻ്റെ വിളി ലല്ലു പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അധികം ഞെട്ടലൊന്നുമില്ലാതെ അവൻ തിരിഞ്ഞു നോക്കി. എന്താ? പതിവിൽ കൂടുതൽ ഗൗരവം ആ ശബ്ദത്തിൽ നിറഞ്ഞു നിന്നു. എനിക്ക് ഏട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ലല്ലു വാച്ചിലേക്ക് നോക്കി. ഒരു 10 മിനിറ്റ്. അവൻ വാച്ചിലേക്ക് നോക്കുന്നത് കണ്ട് അവൾ പറഞ്ഞു. അവൻ ഒന്നമർത്തി മൂളിക്കൊണ്ട് അവളുടെ ഒപ്പം മുറിയിലേക്ക് പോയി. രുക്കു നന്നായിട്ട് ചിത്രം വരയ്ക്കും. അതുകൊണ്ട് തന്നെ അവളുടെ മുറിയിൽ തന്നെ അവൾക്ക് വരയ്ക്കാനും പെയിൻറ് ചെയ്യാനുമായി ഒരു ചെറിയ മുറിയുണ്ട്. രുക്കു അവനെ കൂട്ടിപ്പോയത് ആ മുറിയിലേക്കായിരുന്നു. ആ മുറിയിൽ മുഴുവൻ ദേവയുടെ ചിത്രങ്ങളാണ്. ലല്ലു അത്ഭുതത്തോടെ അവിടെ മുഴുവൻ നോക്കി. അവൻ്റെ ഓരോ ബർത്ത്ഡേ, ഓരോ സ്പെഷ്യൽ ഡേയ്സ് എല്ലാം എഴുതി ഓരോ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. ലല്ലു രുക്കുവിനെ നോക്കി തല താഴ്ത്തി നിൽപ്പാണ്. രുക്കു. അവൻ്റെ വിളി കേട്ടതും രുക്കു മുഖമുയർത്തി നോക്കാതെ ലല്ലുവിനെ മുറുകെ കെട്ടിപ്പിടിച്ചു. എനിക്ക് ദേവേട്ടനെ ഇഷ്ടമാണ് ഏട്ടാ. എനിക്ക് വേണം ദേവേട്ടനെ. തൻ്റെ നെഞ്ചിൽ കിടന്ന് കരയുന്ന അനിയത്തിയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അവനറിയില്ല. അവനൊന്നും മിണ്ടാതെ അവളെ ചേർത്ത് പിടിച്ചു. രുക്കു. അവൾ മുഖമുയർത്തി അവനെ നോക്കി. ഏട്ടൻ പറയുന്നത് മോള് കേൾക്കണം, അവൻ ശാന്തമായി പറഞ്ഞു. ദേവേട്ടനെ മറക്കാൻ മാത്രം പറയരുത്. ലല്ലു അവളെ നോക്കി പുഞ്ചിരിച്ചു. മറക്കാനല്ല, മോളിത് അച്ഛനോട് പറയും. വീട്ടുകാർ തമ്മിൽ സംസാരിക്കട്ടെ. നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ പിന്നെ വീട്ടുകാർ തമ്മിൽ സംസാരിച്ച് നടത്തുന്നതാണ് നല്ലത്. നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്തിനാ നിങ്ങളെ തമ്മിൽ പിരിക്കുന്നേ? ലല്ലു ചോദിച്ചു. ഏട്ടാ, ഇഷ്ടം എനിക്ക് മാത്രമാണ്. ദേവേട്ടൻ എന്നോട് അങ്ങനെയൊന്നും ഇഷ്ടമല്ല. ദേവേട്ടൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയുണ്ട്. രുക്കു പറഞ്ഞത് കേട്ട് ലല്ലു ദേഷ്യത്തിൽ അവളെ നോക്കി. നിനക്കെന്താടി, ഭ്രാന്താണോ? അവൻ്റെ മനസ്സിൽ നീ ഇല്ല, പിന്നെ എന്തിനാടി ഇതൊക്കെ? സ്നേഹിക്കുന്നവർ തമ്മിൽ വേണം സന്തോഷത്തോടെ ജീവിക്കാൻ, അല്ലാതെ നിന്നെപ്പോലെ ഒരുത്തി അതിനിടയിൽ കയറി പോകുകയല്ല വേണ്ടത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൻ്റെ മനസ്സിൽ നീ ഇല്ലെങ്കിൽ അവിടെ നീ ഇടിച്ചു കയറി പോകരുത്. ഇവിടെ നിർത്തിക്കോണമെല്ല, ലല്ലു ദേഷ്യത്തിൽ പറഞ്ഞു. സ്വന്തം അനിയത്തി സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹമില്ലേ എൻ്റെ ഏട്ടന്? ജീവിതാവസാനം വരെ സന്തോഷത്തോടെ ഇരിക്കാനാണ് ഇപ്പോൾ ഈ വാശി കാണിക്കുന്നത്. വാശിയല്ല, ദേവേട്ടൻ എൻ്റെ ജീവനാണ് ഏട്ടാ, രുക്കു അവനോട് പറഞ്ഞു. ലല്ലു ദേഷ്യത്തിൽ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. നിനക്കെന്താടി, കാര്യം പറഞ്ഞാൽ മനസ്സിലാകില്ലേ? നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയായിരിക്കില്ലേ അവനും സ്നേഹിക്കുന്നത്? ആ കുട്ടിയെക്കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ രുക്കു? എൻ്റെ മോള്, ഏട്ടൻ പറയുന്നത് കേൾക്ക്. അവനെ മറന്നേക്ക്. വേണ്ട മോളെ. ഒരു കുട്ടിയുടെ കണ്ണീർ വീഴ്ത്തിക്കൊണ്ട് എൻ്റെ മോൾക്ക് ഒന്നും വേണ്ട, ലല്ലു അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നോട് ദേവേട്ടനെ മറക്കാൻ പറയാൻ എന്ത് യോഗ്യതയാണ് എൻ്റെ ഏട്ടനുള്ളത്? സ്വന്തം ഭാര്യ മരിച്ചു വർഷം കുറച്ചായല്ലോ. ഇതുവരെ ഏട്ടത്തിയെ മറക്കാൻ ഏട്ടനായോ? അപ്പോൾ പിന്നെ എൻ്റെ കൺമുന്നിലുള്ള എൻ്റെ ദേവേട്ടനെ ഞാൻ എങ്ങനെ മറക്കണം? രുക്കു ലല്ലുവിനോട് അലറുകയായിരുന്നു. അവളുടെ ചോദ്യത്തിന് അവൻ്റെ പക്കൽ മറുപടിയില്ലായിരുന്നു. അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങി. തിരിച്ചുള്ള യാത്രയിലൊക്കെ രുക്കുവിൻ്റെ ഈ ആവശ്യം അവനെ അലട്ടി. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ അവൻ്റെ മനസ്സിലേക്ക് കല്ലുവിൻ്റെ മുഖം തെളിഞ്ഞു. കല്ലു, നിന്നോട് ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു. ലല്ലുവേട്ടൻ്റെ മനസ്സിൽ അന്നും ഇന്നും എന്നും തനിച്ചേച്ചിയേ ഉണ്ടാകൂ. അതുകൊണ്ട് മോള് ഞാൻ പറയുന്നത് കേൾക്ക്. മറക്കണം. നിനക്കൊരിക്കലും ആ മനുഷ്യൻ ഒരു മോഹമോ ആശയോ തന്നിട്ടില്ല, ദേവ അവളോട് പറഞ്ഞു. ഞാൻ ഏട്ടനോട് ഇതിന് മറുപടി പറയുന്നില്ല. കാരണം ഏട്ടൻ അറിയില്ല ഒരാളെ ഇഷ്ടപ്പെടുകയും അയാൾ തന്നെ വെറുക്കുകയും ചെയ്യുന്ന അവസ്ഥ.
എൻ്റെ ഈ ജന്മം ഞാൻ ആ മനുഷ്യന് വേണ്ടി മാറ്റിവെച്ചതാണ്. അവിടേക്ക് ഒരിക്കലും മറ്റാരും വരികയും ആ മനുഷ്യനെ ഞാൻ മറക്കുകയുമില്ല ദേവേട്ട, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. എന്നിട്ട് എണീറ്റ് പുറത്തേക്ക് പോയി. ദേവ അവൾ പോയ വഴിയെ നോക്കി. അവന്റെ മനസ്സിൽ എന്തൊക്കെയോ അരുതാത്തത് നടക്കാൻ പോകുന്നത് പോലെ തോന്നി. ലല്ലു പോയ ശേഷം രുക്കുവിനെ ഫോണിലൂടെ കുറേ ഉപദേശിച്ചു നോക്കി. പക്ഷേ അവൾ കളിപ്പാട്ടം വേണമെന്ന് വാശി പിടിക്കുന്നത് പോലെ ദേവയെ വേണമെന്ന് പറഞ്ഞു വാശിയിലാണ്. കല്ലു പിന്നെ ലല്ലുവിനെ കാണാനോ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ഒന്നും പോയിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല. ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇന്നു മുതൽ കല്ലു കോളേജിലേക്ക് പോയി തുടങ്ങുകയാണ്. കല്ലു ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്ന ശേഷം 2-3 പ്രാവശ്യം ആദിയും ദേവും വന്നു കണ്ടിരുന്നു. കുറെ ഉപദേശം കൊടുത്തു. അവളുടെ മനസ്സ് മാറ്റാൻ നോക്കിയെങ്കിലും അതൊന്നും കല്ലുവിന്റെ തലയിൽ കയറിയിട്ടില്ല. ഇതിനിടയിൽ രുക്കു ആദിയാണ് ദേവന്റെ മനസ്സിൽ ഉള്ളത് എന്ന് കണ്ടുപിടിച്ചു. സോഷ്യൽ മീഡിയയിൽ ആദിയും ദേവും പരസ്പരം ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നത് ടാഗ് ചെയ്ത് ആയിരുന്നു. ഒപ്പം തന്നെ പരസ്പരം അവർ പങ്കുവയ്ക്കുന്ന കമന്റ്. ഇതൊക്കെ രുക്കു ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കി കണ്ടുപിടിച്ചു. കാരണം അവളുടെ പേരിലുള്ള ഐഡി ദേവനോട് രുക്കു ഇഷ്ടം പറഞ്ഞപ്പോൾ തന്നെ അവൻ ബ്ലോക്ക് ചെയ്തു. രുക്കു കല്ലുവിനോടും ഒരു സൗഹൃദം സ്ഥാപിച്ചു. രുക്കു ദേവന് വേണ്ടി കല്ലുവിനോട് അടുത്തപ്പോൾ കല്ലു ലല്ലുവിലേക്ക് എത്താനുള്ള ഒരു കച്ചിത്തുരുമ്പായി രുക്കുവിനെ കണ്ടു. ആദിയും ദേവും ക്ലാസ്സിൽ നേരത്തെ തന്നെ കയറി. കല്ലു വരുവോ ഇല്ലയെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് കാത്തു നിന്നില്ല. ലാസ്റ്റ് ബെൽ മുഴങ്ങിയതും കല്ലു ക്ലാസ്സിലേക്ക് കയറി വന്നു. അവളെ കണ്ടതും ആദിയും ദേവും പരസ്പരം നോക്കി ചിരിച്ചു. മറ്റു കുട്ടികളൊക്കെ അവളെ നോക്കുന്നുണ്ട്. കോളേജിൽ മുഴുവൻ അറിഞ്ഞു കല്ലു ആത്മഹത്യക്ക് ശ്രമിച്ചതും അതിനു കാരണം ലല്ലുവിനോടുള്ള പ്രണയമാണെന്ന്. അവൾ ആദിയുടെയും ദേവുവിന്റെയും ഒപ്പം പോയിരുന്നു. അവരുടെ പഴയ കല്ലു ആകാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. ആദ്യത്തെ പീരീഡ് സാർ വന്നു ക്ലാസ് എടുത്തു. എല്ലാവരും ശ്രദ്ധയോടെ ക്ലാസ്സിലിരുന്നു. ബെല്ലടിച്ചപ്പോൾ തന്നെ ആ സാർ പുറത്തേക്ക് പോയി. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, പെട്ടെന്ന് അകത്തേക്ക് കയറി വന്ന പ്രിൻസിപ്പൽ പറഞ്ഞു. പിള്ളേരെല്ലാം ഞെട്ടി നിൽപ്പാണ്. എല്ലാവരും ഇരിക്കൂ. ഞാൻ പെട്ടെന്ന് കയറി വന്നത് നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്താനാണ്. നമ്മുടെ ഇന്ദു ടീച്ചർക്ക് ചെറിയ ഒരു ആക്സിഡന്റ്, കാൽ ചെറിയ പരിക്കുണ്ട്. അതുകൊണ്ട് 2 മാസത്തേക്ക് ടീച്ചർക്ക് പകരം നിങ്ങൾക്ക് ആ വിഷയം എടുക്കുന്നത് ഇയാളായിരിക്കും. കയറി വാടോ. പ്രിൻസിപ്പൽ അതും പറഞ്ഞ് പുറത്തുനിന്ന സാറിനെ അകത്തേക്ക് വിളിച്ചു. കയറി വരുന്ന ആളെ കണ്ട് കല്ലുവും ബാല്യകളും ഞെട്ടിക്കൊണ്ട് പരസ്പരം നോക്കി.